ദിവസം 4 മണിയായപ്പോൾ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഇവൻ കയറി വന്നു. സൂര്യ ചെറിയ ചെക്കന, ഹൈറ്റ് ഇത്തിരി കുറവാണെന്നുള്ളത് പറയാനാണ്. സൂര്യ ഉക്കാറങ്കോ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇരിക്കുന്നില്ല. എൻ്റെ ഇവൻ ഇരിക്കുന്നില്ല. ഇവനിങ്ങനെ കൈ കെട്ടിയിട്ട് ഈ ഭിത്തിയെ ചാരി ഇങ്ങനെ നിൽക്കുക. എത്ര പറഞ്ഞിട്ട് ഇവൻ ഇരിക്കുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇവൻ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇവൻ വരേണ്ട കാര്യമില്ല ഇരിക്കുന്നത്. അപ്പോൾ ശേഖർ സാർ ഓരോ ആയിട്ട് സംസാരിച്ച് തമ്പി നമ്മൾ നടിക്കില്ല, അവന് ആഗ്രഹമുണ്ട്. എന്നല്ല അവന് കഥയും കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ട. അപ്പോൾ സ്ഥിതിയും പറഞ്ഞു ഇവൻ എങ്ങനെയെങ്കിലും ശേഖർ സാർ ഇവനെ എങ്ങനെ നമുക്ക് പിടിക്കണം, ഇവൻ തന്നെയാണ് നമ്മുടെ ഇതെന്ന് പറഞ്ഞു മറ്റേ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവനെ ഫിക്സ് ചെയ്തു. സൂര്യക്ക് വെറും 5 ലക്ഷം രൂപ. സിനിമ കണ്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും സൂര്യയാണ്, അവൻ ഭയങ്കര ആക്ടറാവും, അവൻ നല്ല ആക്ടിങ് ടാലൻ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഇൻഡസ്ട്രി മൊത്തം പറഞ്ഞു. ഈ ആനന്ദ വികടന്മാരെല്ലാവരും മാറ്റി എഴുതി ഒരു വലിയൊരു ആക്ടർ തമിഴ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞതിനെ പറ്റി എഴുതി. ദിവസം 4 മണിയായപ്പോൾ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഇവൻ കയറി വന്നു. സൂര്യ ചെറിയ ചെക്കന, ഹൈറ്റ് ഇത്തിരി കുറവാണെന്നുള്ളത് പറയാനാണ്. സൂര്യ ഉക്കാറങ്കോ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇരിക്കുന്നില്ല. എൻ്റെ ഇവൻ ഇരിക്കുന്നില്ല. ഇവനിങ്ങനെ കൈ കെട്ടിയിട്ട് ഈ ഭിത്തിയെ ചാരി ഇങ്ങനെ നിൽക്കുക. എത്ര പറഞ്ഞിട്ട് ഇവൻ ഇരിക്കുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇവൻ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇവൻ വരേണ്ട കാര്യമില്ല ഇരിക്കുന്നത്. അപ്പോൾ ശേഖർ സാർ ഓരോ ആയിട്ട് സംസാരിച്ച് തമ്പി നമ്മൾ നടിക്കില്ല, അവന് ആഗ്രഹമുണ്ട്. എന്നല്ല അവന് കഥയും കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ട. അപ്പോൾ സ്ഥിതിയും പറഞ്ഞു ഇവൻ എങ്ങനെയെങ്കിലും ശേഖർ സാർ ഇവനെ എങ്ങനെ നമുക്ക് പിടിക്കണം, ഇവൻ തന്നെയാണ് നമ്മുടെ ഇതെന്ന് പറഞ്ഞു മറ്റേ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവനെ ഫിക്സ് ചെയ്തു. സൂര്യക്ക് വെറും 5 ലക്ഷം രൂപ. സിനിമ കണ്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും സൂര്യയാണ്, അവൻ ഭയങ്കര ആക്ടറാവും, അവൻ നല്ല ആക്ടിങ് ടാലൻ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഇൻഡസ്ട്രി മൊത്തം പറഞ്ഞു. ഈ ആനന്ദ വികടന്മാരെല്ലാവരും മാറ്റി എഴുതി ഒരു വലിയൊരു ആക്ടർ തമിഴ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞതിനെ പറ്റി എഴുതി.